ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വീട്ടിൽ ഒരു നോമ്പ് തറ വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇന്നലെയൊക്കെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുക ചെയ്ത്. അപ്പോൾ ഇന്നാണ് ഞാനിവിടെ നോമ്പ് തുറക്കാനുള്ളതെല്ലാം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നോമ്പിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് 27-ാം രാവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ നോമ്പ് തുറേൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ നോമ്പ് തുറ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോയിലൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് മാളൂസിന് ഫുഡൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. മാളൂനാണെങ്കിൽ ചെറിയൊരു പനിയുണ്ട്. അപ്പം എക്സാമാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഉടനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാണിക്കാനൊന്ന് പോകണം, ഡോക്ടറെ കാണിക്കണം. അപ്പോൾ മാളു ചായ കുടിക്കാനത് അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് കുഞ്ഞോ വയ്യ? എന്താണ് മാളൂസിന് വയ്യ? എന്ത് ചെയ്യാം? എക്സാമിന് പോകണ്ടേ? പനിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇടക്കിടക്ക് അസുഖങ്ങളാണ് അല്ലേ? ഭക്ഷണം കഴിച്ച് ശീഷണോ? അസുഖത്തിന്റെ ശീഷണായിപ്പോ. ഭക്ഷണം കഴിച്ചിട്ട് നല്ല ആരോഗ്യം വേണമെന്ന്, എന്നാലാണ് വാവ് വരാതിരിക്കുക അല്ലേ? ഇപ്പം ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ വാവുള്ള അവരോട് എന്താ പറയാ മാളൂസ്? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അല്ലേ? കട്ടൻ ചായ ആണോ ഹെൽത്തി? അത് ശരി. അപ്പം മാളൂസ് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് സ്കൂളിൽ പോകും. എന്നിട്ട് എക്സാം എഴുതിയിട്ട് ഓടി വരും. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകും. എന്താ ലിച്ചുക്കുഞ്ഞാൻ്റെ പാട്ടൊക്കെ പാടുണ്ട്. ആള് ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവും. പാട്ടൊക്കെ പാടി ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സ്നാക്സ് പാക്ക് ചെയ്യാൻ മാളൂസിന് മുന്തിരി വെക്കുന്നുണ്ട് കുറച്ച്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ല മധുരമുണ്ട്. നോമ്പായതുകൊണ്ടാണോ അറിയില്ല, എല്ലാം നല്ല മധുരമുണ്ട് കേട്ടോ. മാങ്ങയും മുന്തിരി വത്തക്കയും എല്ലാം. വത്തക്കാന്ന് ഞാൻ പറയുന്നത് വാട്ടർമെലനാണ്, പലയിടത്തും പല പേരാണ് തോന്നുന്നതിന്. അപ്പോൾ മുന്തിരി വെച്ചിട്ടുണ്ട്. മുന്തിരി മാളൂസ് ഒരെണ്ണം വേറെ മോഡലിൽ വെക്കാൻ പറ്റുന്നത്, അങ്ങനെ വെക്കണം. ഇതൊരു ഫ്രൂട്ട് പിക്കറാണ്. ഇതിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. മുന്തിരി ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഹാർഡ് ഷേപ്പായി. ഇങ്ങനെ ഉണ്ടാക്കി തരുമോ ചോദിച്ചായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുത്തി വെക്കാം. ആളു മതിയാ? ഇങ്ങനെ വെക്കാം. ഇത് കഴിച്ചിട്ട് പിന്നെ ഇത് കഴിച്ചോട്ടോ. ഇതങ്ങനെ വായിലിടരുത്, ഇത് കുത്തും. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതാ മാങ്ങ വെച്ചിട്ടുണ്ട്. മാങ്ങയിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെക്കാം. ഇതിലും ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് പിക്കറാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ഡൺ. വെള്ളം തിളപ്പിച്ച് ആറിയതാണ് ഇട്ടെന്ന് കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ പച്ചവെള്ളം കുടിക്കാറുണ്ട്, പക്ഷെ പനിയായതുകൊണ്ടും എന്തായാലും ഇപ്പം തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്നാക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്നാക്സും ഞാൻ സെപ്പറേറ്റ് കിറ്റിലിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ലിച്ചു ആണെന്ന് റിബൺ കെട്ടിക്കൊടുക്കുന്നത് എന്നാണ് മാള് പറഞ്ഞത്. ലിച്ചു എന്തൊക്കെയോ കാട്ടോ ഇനി ആണോ? ആ, എക്സാമിന് ഇതാണ് ഇതന്നെ. മിനിക്കി മിനിക്കി ഏതാ എക്സാം ആളോ? ഓറലൊക്കെ മാളൂസ് തകർക്കും. എഴുതാനുള്ളതിലാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ആയിട്ട് വരിക. സൂപ്പർ പെർഫെക്റ്റ് ലൈൻസ്. വിളിച്ചു വിചാരിച്ചോളതാണ്. അത് നൈസ്. ഇത്രയൊന്നും പെർഫെക്ഷനിൽ ഞാൻ കിട്ടില്ല. ഞാൻ വെറുതെ ബോയാക്കി വെച്ചെടുക്കുള്ളൂ. നമ്മൾ പണ്ട് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കില്ലായിരുന്നോ റിബണിൽ അല്ലേ? എങ്ങനെയായിരുന്നു അത്? ഒന്നുകൂടെ ലിച്ചു ഓഫീസിൽ പോവാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. അല്ല, ഈ ഷർട്ട് കൊള്ളാം. മറ്റേ പ്ലെയിൻ ഷർട്ട് ഇട്ടപ്പോഴാണ് കാറ്ററിംഗ് ആയത്.
നമ്മൾ കഴിഞ്ഞ ഷോപ്പിംഗ് ഡേയിൽ പോയി തകർത്ത് പർച്ചേസ് ചെയ്തതാണ്. ഓള് സ്കൂൾക്കല്ല, ഓള് ഡ്യൂട്ടിക്കാ. കണ്ടാൽ സ്കൂളിലേക്കാണെന്ന് പറയെങ്കിലും വലിപ്പം മാത്രം ഇല്ലാത്തുള്ളൂ, പ്രായമുണ്ട് ഗൈസ്, നല്ല പ്രായമുണ്ട്. അങ്ങനെ പറയാം, മറ്റേ കല്യാണി പറയുന്നത് എന്ത് പ്രായമുണ്ട്. ലിച്ചു ഡ്രസ്സ് നോക്കുമ്പോൾ ലിച്ചുവിന്റെ സൈസിന് കിട്ടുന്നില്ല. കാരണം ജോലിക്ക് പോകുന്ന ഫോർമൽസ് ഒക്കെ ഇടുന്നത് വലിയ ആൾക്കാരാണ്. ഈ സൈസുള്ള കുട്ടികള് കണ്ട ഹീലിട്ടുണ്ടോ? ചെരുപ്പ് എനിക്ക് ഹീലിട്ടിട്ട് പാൻറ് ഇത്രയും ലെങ്ത് ഉണ്ട്. ഇവരിന്ന് ഒന്നിച്ചാണ് സ്കൂളിൽ പോകുന്നത്. സോ ഞാൻ ഇന്ന് പോകുന്നില്ല കൊണ്ടാക്കാൻ. ഞാൻ കൂട്ടാൻ വരാം. കാരണം 11 മണിയാകുമ്പോഴേക്കും പരീക്ഷ ആയോ, അപ്പം തന്നെ തിരിച്ചു വരും നീ. പനിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോകും. പനി കുറഞ്ഞോ? കുറഞ്ഞോ? എന്തായാലും എക്സാം പോകുന്നില്ലെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുന്നില്ലെങ്കിലും അമ്മ കൂട്ടാൻ വരും. കാരണം സ്കൂളിൽ 11 മണി കഴിഞ്ഞാൽ പിന്നെ നീ ഇരുന്ന് കളിക്കും എക്സാം കഴിഞ്ഞു. അപ്പൊ കൂട്ടാൻ വരണ്ടേ? എന്താ പറയണത്? ചുമ്മാ പറയ ഗൈസ് എന്തൊക്കെ നടക്ക. ആരുട്ടിട്ടില്ല. തലവേദന കുറഞ്ഞു. വാച്ച് റെഡിയാക്കണ്ടേ? വാച്ച് റെഡിയാക്കണ്ടേ? ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോട്ടോ. ബൈ ബൈ. എന്തിനാ ഇത് വേണം ബോർഡ്? വേണം. കേറുമാളൂ. അപ്പൂനെയും ടൗസനെയും നോക്കാനാണ് പറയണത് ഗൈസ്. അപ്പം മാളൂസിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് മൂവിക്കാക്ക. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാനല്ലേ മാളു? പയ്യ ഉറങ്ങേ? വാവ് മാറിയോ? മാറോ? ഡോക്ടറെ കണ്ടല്ലോ മാറുള്ളൂ. എൻ്റെ ഡി ഡോക്ടറെ കാണാണ്ട് മാറും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് ടാബ്ലറ്റ് മതി എന്ന് പറഞ്ഞ് ടാബ്ലറ്റാണ് വാങ്ങിച്ചത്. അല്ലാതെ ടോണിക്ക് കുടിക്കുന്ന അവൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാച്ചിൻ്റെ ഷോപ്പിൽ ഇറങ്ങി. മാളൂസിൻ്റെ 2 വാച്ച് അവൾക്ക് പാകമാക്കാനുണ്ടായിരുന്നു. ഇത് ഉമ്മച്ചി ഉമ്രക്ക് പോയി വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിപ്പോഴാണ് പാകമാക്കുന്നത്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനത്തെ വാച്ച് മാളൂന് വേണം എന്നുള്ളത്. അങ്ങനെ അത് പാകമാക്കിയിട്ടപ്പോൾ നൈസായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ്. മുടി വാങ്ങാൻ പോയിട്ടുണ്ട്. മാള് ഇതാ അവിടെ കിടക്കണം. എന്താ കാട്ടിന മാളു? കളിക്കേ? ഉറങ്ങാൻ കിടക്കാണ് വിചാരിച്ചേൻ. എന്താ വേണ്ടെന്ന് നോമ്പ് തുറക്കുമ്പോൾ? ഇന്ന് 27-ാം രാവാണ്. അപ്പോൾ മാളൂസ് ഇന്ന് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഓതൂല്ലേ? മാളൂസ് പഠിച്ചതൊക്കെ ആണോ? എന്നിട്ട് പിന്നെ സ്കൂളിലത്തെ പഠിക്കണം അല്ലേ നാളത്തെ എക്സാമിന്? പിന്നെന്താ വേണ്ട നോമ്പ് തുറക്കുമ്പോ തിന്നാന്? എന്താ ഉണ്ടാക്കണ്ടേ? കട്ട്ലൈറ്റ്, ചിക്കൻ റോള്, സമൂസ, ഇറച്ചിപ്പത്തിരി, ബ്രെഡ് പോള, പഴംപൊരി, കായ്പോള, എന്ത് വേണേ ഉണ്ടാക്കാൻ? ഇറച്ചിയടി സമൂസയൊക്കെ ഒന്ന് തന്നെ, പല ഷേപ്പിലെന്നുള്ളൂ. ഇറച്ചിയിടാം. നിങ്ങൾ അവർ സംസാരിക്കുന്നത് കാണുന്നുണ്ടോ? ഞാനിവിടെ അലക്കിയിട്ട് തുണികൾ ആറിയിടാൻ വന്നായിരുന്നു. അപ്പോൾ സംസാരിക്കണ മാതിരി കിളി കരയുന്ന വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 പേരിരുന്ന് ഭയങ്കര സംസാരം. സോ ക്യൂട്ട്. മാളു മെല്ലെ വാ.
കിളികൾ രണ്ടാളും കണ്ട. എൻ്റെ പനിയുള്ള കുട്ടി ഇതാ കഞ്ഞി കുടിക്കണം. കഞ്ഞിയും തൈരും അച്ചാറും പപ്പടവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് നോമ്പുള്ളവരൊക്കെ വേഗം വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ. അതുപോലെ മാലൂട്ടി ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഉറങ്ങി എണീക്കുമ്പോഴേക്കും പനി മാറിയാൽ മതിയെന്നു. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഉണ്ടാക്കാം. നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന എല്ലാം റെസിപ്പി അടക്കം എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. പത്തിരി ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഇറച്ചിയോടെയാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചിയോടെ ഒന്നും കുറേ ദിവസമായിട്ട് പോയി മാളൂസും പറഞ്ഞു. അപ്പം ഞാൻ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് എന്തിൻ്റെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ സെപ്പറേറ്റ് ഇടാം. ഇപ്പം ഞാനിവിടെ പത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കാനാണ്. ഇനി ഇറച്ചിയോടെ പൊരിക്കണം. അപ്പം നോമ്പ് തുറക്കാൻ നമുക്ക് പേ സെറ്റാക്കാം. എക്കോ അടിക്കുന്ന സൗണ്ട്. അപ്പം ഈ പാത്രം മാത്രമല്ല, ഇതെന്താ കളറൊക്കെ ഇങ്ങനെ ഇല്ലിച്ചുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, ഇറച്ചിയോടെ ഉണ്ട്, പിന്നെ പത്തിരി ഉണ്ട്, ഒരു 2 പൂരിയുണ്ട്. അത് ഇതിന്റെ ബാക്കി മസാലയും കൊണ്ട് ഉണ്ടാക്കിയത്. മാളു വാവ് മാറിയാം. ഞാനാ വിളിക്കുന്ന മാളു നിന്റെ അബ്ബനോട് ഇങ്ങനെ ചോദിക്കുന്ന എന്താ വാവ് മാറിയോന്ന്. ഇത് നിങ്ങളെ കഴിക്കാൻ വേണ്ടിട്ട് കാത്തിരുന്നിട്ട് പാട്ട് പാടുന്നത്. മാളുസിന്റെ വാവ് മാറിയാ. നമുക്ക് ഫുഡ് കഴിക്കാം. കോൾഡ് കോഫി കുടിക്കാൻ പുതിയായിട്ട് വാങ്ങിച്ച. ഇതിൽ പാലിൽ വെള്ളം ചേർത്ത മാതിരി കോൾഡ് കോഫിയിൽ വെള്ളം ചേർത്ത, അതുകൊണ്ട് അതിൽ വെള്ളം മിക്സ് ചെയ്ത്. ഗായ്സ്, ഞങ്ങൾ മാളൂസിൻ്റെ റൂം റെഡിയാക്കി കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ടും. അപ്പം അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൂമൊന്നും ഫുള്ളും സെറ്റാക്കിയിട്ടില്ല, പക്ഷെ തൽക്കാലത്തേക്കൊന്ന് ഒതുക്കി വെച്ചിട്ടുള്ളൂ. ഇനിയും കുറേ പരിപാടി ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് കംപ്ലീറ്റ് ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ ഇടുമ്പം ഇതും ബാക്കി അറേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ കാണാം. അപ്പോൾ ബൈ ബൈ ഫ്രം മാലോട്ടീസ് വ്ലോഗ്.